എല്ലാവർക്കും നമസ്കാരം. ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. പത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിന്ദുവിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഹിന്ദു ഡെയിലി റിവ്യൂ വൺ ലൈനർ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് മലയാളം പത്രത്തിലെ ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സ് എന്ന സെഷനാണ്. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതായത് പ്രണയദിനത്തിൽ പശുവിനെ ആലിംഗനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ, ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെയാണ് സർക്കുലർ. ഫെബ്രുവരി 14 പശു ആലിംഗന ദിനം ആഘോഷിക്കണമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ് പറഞ്ഞിരിക്കുകയാണ്. പ്രണയദിനമായ 14 പശു ആലിംഗന ദിനം ആഘോഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ മൃഗസംരക്ഷണ മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര മൃഗക്ഷേമ ബോർഡാണ്, ആനിമൽ വെൽഫെയർ ബോർഡാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം പുറത്തിറക്കിയത്. പശു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നട്ടെല്ലാണെന്നും തിങ്കളാഴ്ച പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ ബോർഡ് സെക്രട്ടറി ഡോക്ടർ SK ദത്ത പറയുന്നു. അപ്പോൾ ഇതാണ് ലോജിക്ക്. പശു ഇന്ത്യൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള മൃഗമാണെന്നും അതുകൊണ്ട് പശു ആലിംഗന ദിവസമായിട്ട് ഫെബ്രുവരി 14 ആഘോഷിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷനാണ്, അതൊരു തമാശയായിട്ട് ഉള്ള കാര്യമല്ല, ഒഫീഷ്യലായിട്ട് ഡിക്ലറേഷനാണ്. അതുകൊണ്ടാണ് ന്യൂസിൽ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തി പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്കോണമിയായി ബന്ധപ്പെട്ട ന്യൂസാണ്. 4% വരെ പലിശ കൂട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് RBIൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. MPC എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. 6 അംഗ കമ്മിറ്റിയാണ്. RBI ഗവർണറാണ് ഹെഡ്. RBIൻ്റെ ഗവർണറാണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് 2 മാസം കൂടുമ്പോൾ 2 months ഫ്രീക്വൻസിയിൽ ഈ കമ്മിറ്റി കൂടിയിട്ട് പലിശ നിരക്കുകൾ, റിപ്പോ, റിവേഴ്സ് റിപ്പോ അങ്ങനെയുള്ള നിരക്കുകൾ പരിശോധിച്ച് ഇപ്പോൾ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പത്തെ റെഗുലേറ്റ് ചെയ്യാൻ ഈ പറയുന്ന നിരക്കുകൾ, പോളിസി നിരക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് പ്രോസസ്സ്. ഇത്തവണ ഈ ഇൻഫ്ലേഷനെ തടയാൻ വേണ്ടി കൂട്ടുകയാണ് ചെയ്തത്. പലിശ നിരക്കുകൾ കൂട്ടി. അതുകൊണ്ട് തന്നെ ലോണിൻ്റെ ലഭ്യത കുറയും. കാരണം പലിശ കൂടുമ്പോൾ ലോൺ എടുക്കുന്ന സ്വാഭാവികമായിട്ട് കുറയും. അതുപോലെ തന്നെ മണി സപ്ലൈ, എക്കോണമിയിലെ മണി സപ്ലൈക്ക് എന്ത് പറ്റും, ലോൺ കുറഞ്ഞാൽ എന്ത് പറ്റും, ആൾക്കാരുടെ കയ്യിൽ പൈസ കുറയും, മണി സപ്ലൈ താഴെ പോകും. ഇങ്ങനെയാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി 6 അംഗ കമ്മിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. RBIൻ്റെ ഗവർണറാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇത്രയാണ് MPCനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. QR കോഡ് ഉപയോഗിച്ചുള്ള നാണയ വിതരണ മെഷീൻ വരുന്നു. QR കോഡ് ഉപയോഗിച്ച് നൽകുന്ന പണത്തിന് നാണയം ലഭ്യമാക്കുന്ന മെഷീനുകൾ സ്ഥാപിക്കുമെന്ന് RBI നാണയ ക്ഷാമം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപടിയെടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കോയിൻ വെൻഡിങ് മെഷീൻസ് വരുന്നു. കോയിൻ, അപ്പോൾ ഷോർട്ടേജ് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും എല്ലാ നഗരത്തിലും വരുമോ? ആദ്യം 12 നഗരങ്ങളിലാണ് ഈ സേവനം ഉണ്ടാവുക. തുടക്കത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 12 നഗരങ്ങളിലും സേവനം ലഭ്യമാക്കും. UPI സംവിധാനത്തിൽ QR കോഡ് സ്കാൻ ചെയ്ത് നൽകുന്ന പണത്തിന് നാണയങ്ങൾ ലഭ്യമാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ QR കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയുക, നാണയങ്ങൾ ലഭിക്കുന്നതിന് പിൻവലിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയ പരിപാടിയാണ്. 12 നഗരങ്ങളിൽ മാത്രമാണ് പൈലറ്റ് ബേസിൽ ആദ്യം തുടങ്ങുന്നത്. സ്പോർട്സ് ന്യൂസിൽ ഇന്ത്യ ഓസ്ട്രേലിയ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നു. ഇന്ത്യ നാഗ്പൂരിലാണ് മത്സരം. ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ വിഖ്യാതമായ ബോർഡർ ഗവസ്കർ ട്രോഫിയാണ് ഈ പറഞ്ഞ സീരീസ്, അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തത് തുർക്കി സിറിയയിൽ ഇപ്പോൾ ഉണ്ടായ എർത്ത് ഭൂചലനവുമായി ബന്ധപ്പെട്ടാണ്. തുർക്കിയിലും അതുപോലെ തന്നെ സിറിയയിലും എന്താണ് എർത്ത് ക്വേക്ക് ഉണ്ടായിട്ടുണ്ട്. 7.8 അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. 7.8 മാഗ്നിറ്റ്യൂഡ് റിച്ചർ സ്കെയിലിൽ. ഇതിൽ രക്ഷാദൗത്യം ഉണ്ട്. ഈ രക്ഷാദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ ദോസ്താണ്. ഓപ്പറേഷൻ ദോസ്ത് 4ാം ഇന്ത്യൻ ദൗത്യ വിമാനവും തുർക്കിയിലെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രക്ഷാദൗത്യത്തിൻ്റെ പേര് ഒന്ന് ഓർത്ത് നോക്കണം, ഓപ്പറേഷൻ ദോസ്ത്. അടുത്തത് നമുക്കിപ്പോൾ ന്യൂസിൽ കാണാവുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഈ ചാര ബലൂണുമായി ബന്ധപ്പെട്ട്. US എയർ സ്പേസിൽ, അമേരിക്കയുടെ എയർ സ്പേസിൽ ചൈനയുടെ ഒരു ചാര ബലൂൺ വെടിവെച്ച് ഇട്ടിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യനെയും ആ പറയുന്ന ചാര ബലൂൺ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതൊരു മീറ്റിയോറോളജിക്കലായിട്ടുള്ള ബലൂണാണ്. അത് സ്പൈ അല്ല, അത് സ്പൈ ചെയ്യാൻ ചാരപ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചൊരു സാധനമല്ല, മറിച്ച് മെറ്ററോളജിക്കൽ, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അന്തരീക്ഷത്തിലെ എന്താ പറയുക, മെറ്ററോളജിക്കലായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രിഫ്റ്റ് ചെയ്ത് പോയതാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ US ചൈന ബന്ധം വളരെ മോശമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. കാരണം താരിഫ്, ട്രേഡ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ US ചൈന ഒരു പ്രൊട്ടക്ഷനിസ്റ്റിക് ആയിട്ടുള്ള പോളിസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള റൈവൽറി, തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. അതിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ
US എയർ സ്പേസിലെ ഈ പറഞ്ഞ ബലൂണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പത്രത്തിലെ ന്യൂസ് ഉള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ. നമുക്ക് നാളെ കാണാം.